PYQ സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളം PYQ സെറ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ആദ്യത്തെ ചോദ്യം, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഗുരുപാദർ. പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് ഗുരുപാദർ. ഈ പര്യായപദമാണ് ചോദിച്ചത്. അനലൻ പര്യായപദം തീ. അനലൻ്റെ പര്യായപദമാണ് തീ. ഇതിൽ നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ള ഒന്നാണ് കാറ്റ്. കാറ്റിൻ്റെത് അനിലനാണ്. അനിലൻ്റെ പര്യായപദമാണ് കാറ്റ്. ശൈലിയുടെ അർത്ഥമാണ് ചോദിച്ചത്. പടി കടത്തുക, പുറത്താക്കുക. പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം പുറത്താക്കുക. തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ ശരിയായ പദമാണ് ചോദിച്ചത്. പ്രായശ്ചിത്തം എന്ന് ശരിയായ രീതിയിൽ ഇങ്ങനെയാണ് എഴുതുക. എല്ലാവരും നോക്കി പഠിക്കുക. പ്രായശ്ചിത്തം. പിരിച്ചെഴുതുക, പൂത്തട്ടം. പൂത്തട്ടം പിരിച്ചെഴുതിയാൽ പൂ അധികം തട്ടം. പൂത്തട്ടം പിരിച്ചെഴുതിയാൽ പൂ അധികം തട്ടം. പുല്ലിംഗപദങ്ങളാണ് ചോദിച്ചത്. അവൻ, സമർത്ഥൻ, കേമൻ. ഇതൊക്കെ പുല്ലിംഗപദങ്ങളിൽ പെടുന്നതാണ്. അവൻ, സമർത്ഥൻ, കേമൻ പുല്ലിംഗപദങ്ങൾ. ഇനി അടുത്തത് പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമാണ് ചോദിച്ചത്. കയ്യാടിയെങ്കിലേ വായാടും. അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ. കയ്യാടിയെങ്കിലേ വായാടൂ എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ. വിപരീതമാണ് ചോദിച്ചത്. ആമയം, വിപരീതം, നിരാമയം. ആമയത്തിൻ്റെ വിപരീതമാണ് നിരാമയം. സന്ധിയാണ് ചോദിച്ചത്. തിരു അധികം ഓണം, തിരുവോണം. അതിൽ വരുന്ന സന്ധിയാണ് ആഗമസന്ധി. തിരു അധികം ഓണം, തിരുവോണം. ആഗമസന്ധിയാണ് ഇവിടെ വരുന്നത്. കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം ഉൽപ്പതിഷ്ണു. ഉൽപ്പതിഷ്ണു എന്ന് പറഞ്ഞാൽ കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെ PYQ സെറ്റ് ഉണ്ടാവും. മലയാളവും ഇംഗ്ലീഷും അതുപോലെ നമുക്ക് കറണ്ട് അഫയേഴ്സും നോക്കാം.